പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം നിറവേറ്റുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. ദൈവഹിതം എന്തോ അതാണ് നമ്മൾ നിറവേറ്റേണ്ടത്. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗത്ത് ക്രിസ്തുയേശു തന്നെ പറയുകയാണ്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും അതേ മനോഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ക്രിസ്തു ശരീരത്തിൽ എന്ത് അനുഭവിച്ചു? കഷ്ടം അനുഭവിച്ചു. ഇത് നമ്മൾ ഒരു ആയുധമായിട്ടാണ് കാണേണ്ടത്, കഷ്ടങ്ങൾ. അതുകൊണ്ടാണ് യേശുവിന്റെ ശിഷ്യന്മാർ അപ്പോസ്തല പ്രവർത്തനത്തിൽ കഷ്ടം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരായി അവർ എണ്ണപ്പെടുവാൻ ഇടവന്നത്. കഷ്ടമനുഭവം ഒരു ഭാഗ്യമായിട്ട് അവർ കരുതി. ഇവിടെ ആയുധമായിട്ട് ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എഫെസ്യ ലേഖനത്തില് 6-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വചനഭാഗത്ത് പറയുകയാണ്, സാത്താന്റെ തന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. നിങ്ങൾ സർവ്വ ആയുധവർഗങ്ങൾ ധരിക്കണം. അവിടെയും ആയുധം ധരിക്കാൻ പറഞ്ഞു. എന്തിനാ? പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് സർവ ആയുധങ്ങളും ധരിച്ചുകൊണ്ട് ആത്മാവെന്ന വചനമെന്ന ആത്മാവിന്റെ വാൾ എടുത്തുകൊണ്ട് അവനെതിരെ പടവെട്ടണം. ഇത് പടക്കളത്തിലേക്ക് നമ്മളെ കർത്താവ് നയിക്കുക ചെയ്യുന്നത്. എത്ര അനുഗ്രഹപരമായ ഒരു ശുശ്രൂഷയാണെന്നറിയാവോ കർത്താവിന്റെ വേല, സുവിശേഷ വേല ചെയ്യുന്നത്. എന്തൊരു അനുഗ്രഹമാ പ്രിയമുള്ളവര്. അവനെ ധരിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ലോകത്തിലുള്ളതിലേക്കല്ല, മാനുഷികമായിട്ടുള്ള കാഴ്ചകളിലേക്കല്ല നമ്മുടെ ദൃഷ്ടി. കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഭൂമിയിലുള്ളതല്ല സ്വർഗത്തിലുള്ളതിലേക്ക് നിങ്ങൾ നോക്കാൻ തുടങ്ങും. അതിന്റെ അർത്ഥം സ്വർഗീയ കാര്യങ്ങളെ കൂടുതൽ നമ്മൾ അനുഭവിക്കുവാൻ ഇടയാകും. കാരണം ക്രിസ്തു ധരിച്ച ആയുധം മാനുഷികമല്ലായിരുന്നു, ആത്മീയമായിരുന്നു. ക്രിസ്തു ഭയങ്കര ക്ഷമിക്കുന്ന സ്നേഹം നമുക്ക് വേണ്ടി കാഴ്ചവെച്ചു. അവന്റെ കരുതൽ, അവനെ അടിച്ചവനെ നോക്കി, അവനെ നിന്ദിച്ചവരെ നോക്കി, പരിഹസിച്ചവരെ നോക്കി, അവനെ കൊന്നവനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഇവർ ചെയ്തത് ഇവരറിയുന്നില്ല എന്ന്. എത്ര വലിയ കരുതലാ! ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ നമ്മൾ ധരിക്കേണ്ട ആയുധങ്ങൾ. എത്രയോ സുവിശേഷകരെ അത്രയും വേദനാജനകമായി കൊല്ലുവാൻ ഇടവരുന്നില്ലേ? പത്രോസിനെ തലകീഴായിട്ടാ ക്രൂശിൽ മേൽ തൂക്കിയത്. പൗലോസിനെ എത്ര പ്രാവശ്യം കല്ലെറിഞ്ഞു? ഒന്നിലേറെ 40 തവണ അടികളേറ്റില്ലേ? ഈ അടികളും നിന്ദനങ്ങളും പരിഹാസങ്ങളൊക്കെ ഏൽക്കുമ്പോ ഇതൊരു ആയുധമായിട്ടാ, പിശാചിനെതിരെയുള്ള ആയുധം, ലോക പാപത്തിനെതിരെയുള്ള ആയുധം. ഒരിക്കലും പരാജയം സമ്മതിക്കാൻ യേശു കർത്താവ് ഇടയായിട്ടില്ല. യേശു ജയാളിയായിട്ടാ കടന്നു വന്നത്. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ആ വലിയ ഒരു ദൈവിക അനുഭവമാണ് അവിടെ വെളിപ്പെട്ടത്. ജയാളിയായവന്റെ ആ വലിയ പ്രവൃത്തി കാണണ്ടേ? ഇന്ന് നമ്മളെയും ദൈവം അതിനായിട്ടാണ് വേർതിരിച്ചത്. ക്രിസ്തുവിൽ ജയാളിയായി ജീവിക്കണം.
എത്ര ആനന്ദമാണ്, എത്ര സന്തോഷമായിരിക്കും ക്രിസ്ത്യ ജീവിതം. താഴോട്ട് നോക്കരുത്, മോളിലേക്ക് നോക്കണം. മനുഷ്യരിലേക്ക് നോക്കരുത്, ദൈവത്തിലേക്ക് നോക്കണം. അവനിൽ നിന്നോ പ്രാപിക്കാവുള്ളൂ. മനുഷ്യനിൽ നിന്നല്ല പ്രാപിക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് ദൈവത്തിൽ നിന്ന് തന്നെ ആയുധങ്ങൾ ധരിച്ച്, ദൈവത്തിൽ നിന്ന് തന്നെ കരുതലും ശക്തിയും പ്രാപിച്ച് കർത്താവിന്റെ അഭിഷേകത്തിനായി നമ്മൾ കാത്തിരിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ അഭിഷേകത്തിൽ എന്നെ നിറയ്ക്കണം, ഈ കൃപയിൽ എന്നെ പൊതിയണം, എന്നെ നടത്തണം, അവന്റെ മഹത്വം വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.